ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സിറ്റുവേഷൻ കോച്ചില്ല, പുതിയ കോച്ചിന് തിരയണം, അതൊക്കെയാണ് നിലവിലെ സിറ്റുവേഷൻ. മിക്കായൽ സ്റ്റാറയെ പുറത്താക്കി. അപ്പോൾ ഇനി പുതിയ കോച്ച് ആരാണെന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. ഇതെങ്ങനെ ആയാലും മാനേജ്മെൻറ്റ് നമ്മുടെ ആരാധകരുടെ കണ്ണിൽ പൊട്ടിയിടാൻ വേണ്ടിയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നമ്മളിപ്പോൾ അവർക്കെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ്. അതൊന്ന് വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള കണ്ണി പൊടിയിടാനുള്ള ഒരു തന്നെയായിട്ട് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ളത്. ഇതിനെ തുടർന്ന് കോച്ചിനെ പുറത്താക്കിയതിനെ തുടർന്ന് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊന്നും നിർത്താനൊന്നും മഞ്ഞപ്പട തീരുമാനിച്ചിട്ടില്ല. ഇതൊരു കോച്ചിൻ്റെ പ്രശ്നമായിട്ട് ആരാധകർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. നമ്മൾ സീസൺ തുടങ്ങുമ്പോൾ പറഞ്ഞാണ് നമ്മുടെ നല്ല സ്ക്വാഡ് ഡെപ്ത് ഇല്ല, പ്ലേയേഴ്സിനെ വേണം, സൈൻ ചെയ്യണം. അപ്പോൾ അതൊന്നും ചെയ്യാതെ പുതിയ കോച്ചിന് കൊടുക്കുന്ന ആ കോച്ചിന് പറ്റിയ പ്ലേയേഴ്സ് ഇല്ലാതെ കോച്ചിനെ കൊണ്ടൊന്നും കാട്ടാൻ സാധിക്കില്ല. എങ്ങനെയാലും ഇപ്പോൾ കോച്ചുമാരുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയുള്ള കുറച്ച് മാനേജേഴ്സുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവാന് അതുപോലെ ഡെസ് ബക്കിംഗ്ഹാമൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ടെന്നുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പരിശീലകരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇവരൊന്നും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഇവാനൊന്നും കംബാക്ക് വരാനുള്ള സാധ്യത എന്ന് തന്നെയാണ് മാർക്കസ് മർഗ്ലോവ പറയുന്നത്. അതുപോലെ ഡെസ് ബക്കിംഗ്ഹാമിനെയും ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പരിശീലകനൊന്നുമല്ല. അതുപോലെ പിന്നെ മറ്റൊരു റൂമറായിട്ട് സെർച്ചുമല്ലോ വേറെ ടീമിലേക്ക് എത്തിയാൽ അതൊക്കെ പക്ക റൂമർ മാത്രമാണ്. എന്നാൽ കുറച്ചുകൂടി ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വന്നുള്ള ന്യൂസ് ഉണ്ട്. 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും പുറത്തുവിടുന്ന ഒരു പേജാണ്. അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അന്റോണിയോ ലോപ്പസ് അബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മെയിൻ ടാർഗറ്റാണ്. അന്റോണിയോ ലോപ്പസ് അബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലനമായിട്ട് ചുമതലയേൽക്കാനുള്ള ചെറിയ സാധ്യതകളുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചായിട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പേര് അത് അന്റോണിയോ ലോപ്പസ് അബ്ബാസ് ആണെന്നാണ് ഇപ്പോൾ 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ASL സക്സസ്ഫുൾ പരിശീലകൻ തന്നെയാണ് അന്റോണിയോ ലോപ്പസ് അബ്ബാസ്. 2 തവണ ATKയോടൊപ്പം കിരീടം ISL ട്രോഫി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻ ബഗാനോടൊപ്പം ISL ഷീൽഡും കരസ്ഥമാക്കിയുള്ള ഒരു പരിശീലകനാണ് അന്റോണിയോ ലോപ്പസ് അബ്ബാസ്. ഇപ്പോൾ നിലവിൽ ലീഗിൽ ഇന്റർ കാശിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ലോങ് ടൈം പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സൈനിങ് ഒക്കെ അവിടെ വന്നത് ഇന്റർ കാശിയിൽ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ലീഗ് അപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് അത് കണ്ടറിയേണ്ട കാര്യമാണ്. അതൊക്കെ നടക്കാറില്ല. ഇനി ഈ സീസണിൽ നമ്മുടെ ഇന്ത്യൻ കോച്ചായിട്ട് നമ്മുടെ ഷോസും അവരെ തന്നെ ആവുമോ ഫുള്ള്, അതുപോലെ നെക്സ്റ്റ് സീസണിലേക്ക് അന്റോണിയോ ലോപ്പസ് അബ്ബാസ് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇനി പുള്ളി വരികയാണെങ്കിൽ അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലേക്ക് പുള്ളി വന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അറിയാം, അന്റോണിയോ ലോപ്പസ് അബ്ബാസൊക്കെ പറയുന്ന പ്ലേയേഴ്സിനെ എത്തിച്ചു കൊടുക്കേണ്ടി വരും. പുള്ളിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനൊന്നും എത്തിച്ചു കൊടുക്കാതെ ഒരു ഇതിവിടെ നടക്കില്ല. അതിന് നമ്മുടെ മാനേജ്മെൻറ്റിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റാറെ ഒന്നും ഇങ്ങനെ പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അബ്ബാസൊക്കെ വരികയാണെങ്കിൽ നല്ല പൈസ ഇടേണ്ടി വരും പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളി പറഞ്ഞ പ്ലേയേഴ്സ് ഇല്ലാതെ ഇനിയിപ്പോൾ അബ്ബാസ് ആണെങ്കിലും ഇവിടെ കപ്പടിച്ചുള്ള സീസണൊക്കെ വേണമെങ്കിൽ മോഹൻ ബഗാൻ്റെ ഒക്കെ അത്രയും ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. ബെഞ്ച് സ്ട്രെങ്ത്തൊക്കെ അത്രയും പീക്കായിരുന്നു. അപ്പോഴാണ് പുള്ളി കപ്പടിച്ചിട്ടുള്ളത്. എന്നിട്ടും നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ടും പലതവണ സാക്ക് ചെയ്യപ്പെട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര നല്ല കോച്ചാണെന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ക്ലിക്കാവോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ന്യൂസ് ഇപ്പോൾ പരക്കുന്നുണ്ട്. അപ്പോൾ അബ്ബാസൊക്കെ അതോ ഇനി വേറെ കോച്ചുമാരാവോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്തായാലും നിങ്ങളൊരു ഒപ്പീനിയൻ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.